ഹലോ എവ്രി വൺ, എല്ലാവരും സുഖമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും കുറേ കാലത്തിന് ശേഷം, ഐ തിങ്ക് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നത്. ഒരു പ്രസവവും പിന്നെ അതിൻ്റെ പോസ്റ്റ്മോർട്ടമായിട്ടൊക്കെ നടക്കുകയാണ്. സോ നാളത്തോടെ ഒരു മാസം കഴിഞ്ഞു പോസ്റ്റ്മോർട്ടം സ്റ്റാർട്ടായിട്ട്. സോ ഇന്ന് ജസ്റ്റ് ഞങ്ങളൊരു ചുമ്മാ ഒരു വാക്കിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ അടുത്തുള്ളൊരു പാർക്കിൽ ഒരു 15 മിനിറ്റ്സ് ദൂരമുള്ളൊരു പാർക്കിലേക്ക് വന്നിരിക്കുകയാണ്. സോ ഇന്ന് പ്രത്യേകിച്ചിട്ടൊന്നും ഇല്ല വീഡിയോയിൽ, ബട്ട് ഐ ജസ്റ്റ് വോണ്ട് ടു ഷെയർ സംതിങ് ലൈക്ക് പേഴ്സണലാണ്, വേറൊന്നുമല്ല. എൻ്റെ പ്രഗ്നൻസി ജേർണി, എൻ്റെ ഡെലിവറി ആൻഡ് ഇവിടുത്തെ ഒരു ലൈക്ക് ഇവിടെ എങ്ങനെയാണ് അതെല്ലാം, അതിൻ്റെ സിസ്റ്റം, കാര്യങ്ങൾ, ഇതെല്ലാം. സോ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയണത് നവംബർ 2024 സോ ഇവിടെ ഫസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നോക്കും പ്രഗ്നൻസി കിറ്റ് വഴിക്ക്. ആൻഡ് ദെൻ ഇവിടെ നമ്മൾ വിചാരിച്ച മാതിരി അപ്പോൾ അപ്പോയിൻമെൻറ്റ്സ് ഒന്നും കിട്ടില്ല ഡോക്ടറിൻ്റെ അടുത്ത്. ഓക്കെ, സോ ഞങ്ങൾക്ക് ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് 12 വീക്സ് ആയപ്പോഴായിരുന്നു. 12 വീക്സ് ഏകദേശം ആ ടൈമിലായിരുന്നു എൻ്റെ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ്. പിന്നെ ഒരു സ്കാനിങ് ഉണ്ടായിരുന്നു ജാനുവരിയിൽ. അപ്പോഴാണ് അവർ പ്രഗ്നൻസി കൺഫേം ചെയ്യുക ആക്ച്വലി. ഓക്കെ, സോ അത് കഴിഞ്ഞു. പിന്നെ ഒരു സ്കാനിങ് ഉണ്ട്, 5th മന്ത് സ്കാനിങ്. ആൻഡ് നോർമലി ഹെൽത്തി കേസസിൽ ആകെ 2 സ്കാനിങ്ങേ ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി ഉണ്ടാവുള്ളൂ ഇവിടെ. പക്ഷേ എൻ്റെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ എൻ്റെ പ്ലസൻ്റ വന്നിട്ട് ലോ ലൈങ് ഒരു സിനാറിയോ ആയിരുന്നു. സോ അതിന് വേണ്ടിയിട്ട് ഒരു ഫോളോ അപ്പ് സ്കാനോ ഒന്നും കൂടി വെച്ചു. അത് 7th മന്തിലായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു 3 സ്കാനിങ് വേണ്ടി വന്നു. പിന്നെ നമ്മുടെ ചെക്കപ്പിന് നമ്മൾ പോണത് ഒരു പ്രോപ്പർ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ആയിരിക്കില്ല. നമുക്കിവിടെ ഒരു മിഡ് വൈഫ് എന്നുള്ളൊരു ടേമാണ് അവർ യൂസ് ചെയ്യുക. സോ ആ പേഴ്സൺ വന്നിട്ട് ഇങ്ങനത്തുള്ള കാര്യത്തിൽ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും. ബട്ട് ഹീ ഓർ ഷീ ഈസ് നോട്ട് എ ഡോക്ടർ. ഓക്കെ, സോ മിഡ് വൈഫ് വന്നിട്ട് നമ്മുടെ അടുത്തുള്ള ഒരു ഹെൽത്ത് സെൻറ്ററിലായിരിക്കും ഉണ്ടാവുക. സോ ഇറ്റ് വിൽ ബി ലൈക്ക് 5 മിനിറ്റ്സ് ഓർ 10 മിനിറ്റ്സ് വാക്കായിരിക്കും നമ്മുടെ വീട്ടിൽ നിന്ന്. സോ യൂഷ്വൽ ചെക്കപ്സ് ഉണ്ടാവും. ആൻഡ് അഡ്വാൻസ് സ്റ്റേജ് ഓഫ് പ്രഗ്നൻസി എത്തുമ്പോൾ ആ ചെക്കപ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. സോ അങ്ങനെയാണ് ഇവിടെ ഉണ്ടാവുക. പിന്നെ ഡെലിവറി എന്ന് പറയാനായിട്ട് അതിൻ്റെ മുമ്പ് ദേ വിൽ പ്രൊവൈഡ് യു സം ക്ലാസ്സസ്, ആൻറ്റിനേറ്റൽ ക്ലാസ്സസ്. അതൊരു 3 ഉണ്ടായിരുന്നു. സോ ഫസ്റ്റ് വന്നിട്ട് പ്രഗ്നൻസി ഫുൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു ചെറിയ ക്ലാസ്, പിന്നെ ലേബർ മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടൊരു ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡെലിവറീനെ കുറിച്ചിട്ടൊരു ക്ലാസ് ഉണ്ട്. സോ ലേബർ മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ട് മെയിനായിട്ട് അവർ പറയണത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ വേദന വന്ന ഉടനെ ഹോസ്പിറ്റലിൽ പോകാനുള്ളൊരു സിസ്റ്റം അല്ല നാട്ടിലത്തെ മാതിരി. നമ്മൾ വെയിറ്റ് ചെയ്ത് അത് പല സ്റ്റേജസ് ഓഫ് ലേബറിൽ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ്, എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റേജ് ഓഫ് ലേബറിൽ എത്തുമ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ഇവരെ അഡ്മിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അവർ നമ്മളെ തിരിച്ച് പറഞ്ഞയക്കും. സോ സർവിക്സ് വന്നിട്ട് മിനിമം 5-6 സെൻറ്റിമീറ്റർ ഡയലേറ്റഡ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ ഇപ്പോൾ നമുക്ക് ലേബർ പെയിൻ വരികയാണ്. സോ നമുക്കത് വീട്ടിൽ തന്നെ മാനേജ് ചെയ്യാനായിട്ട് ചില ടെക്നിക്സ്, ചില ലൈക്ക് എങ്ങനെ നമുക്കത് വീട്ടിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി ഇവിടെ എനിക്ക് കൂടുതൽ ഇഷ്ടമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ആൾക്കാരെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ മെൻറ്റൽ ഹെൽത്തിനാണ്. ഇപ്പോൾ നമ്മൾ ഓരോ മിഡ് വൈഫ് അപ്പോയിൻമെൻറ്റിന് പോകുമ്പോഴും, ഇപ്പോൾ നമ്മൾ ഹസ്ബൻഡിൻ്റെ ഒപ്പം പോവുകയാണെങ്കിൽ പോലും അവർ വന്നിട്ട് നമ്മളെ മാറ്റി നിർത്തിയിട്ട് ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടോ, നിങ്ങൾക്ക് ആർ യു ഹാപ്പി വിത്ത് യുവർ ഹസ്ബൻഡ്, എന്തെങ്കിലും ആരെങ്കിലും ഫോഴ്സ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഡിസ്ക്രിമിനേഷൻ വർക്ക് പ്ലേസിലോ വീട്ടിലോ എവിടെയെങ്കിലും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ എന്നിവർ കണ്ടിന്യൂസ് ആയി ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. സിമിലർലി പോസ്റ്റ്മോർട്ടം അവർ അതുമാതിരി തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും കൈൻഡ് ഓഫ് ഡിപ്രഷൻ തോന്നുന്നുണ്ടോ, ആരെങ്കിലും എന്തെങ്കിലും ഫോഴ്സ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഗ്നറൻസ് മാതിരി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഐ തിങ്ക് കുറച്ചുകൂടി നമുക്ക് എളുപ്പമാണ് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്തത് ഞാനും എൻ്റെ ഹസ്ബൻഡുമാണ് ത്രൂ ഔട്ട് പ്രഗ്നൻസി ആൻഡ് ഡെലിവറി
ഇൻക്ലൂഡിങ് ദിസ് പോസ്റ്റ്പാർട്ടം ഞങ്ങൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ 2 പേരും തന്നെയാണ് ഒറ്റയ്ക്ക് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. ബട്ട് പലവരും പറയും കഷ്ടമല്ലേ എന്ന് ചോദിക്കും. പക്ഷേ കഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ ചില ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ബട്ട് ഫൈനലി വി ആർ എൻജോയിങ് ഇറ്റ് ടുഗെദർ, ആ ഒരു ത്രൂ ഔട്ട് ജേർണി. സോ ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട്. അപ്പോൾ 3 ആൻറ്റിനാറ്റൽ ക്ലാസ്സസ് ഞാൻ പറഞ്ഞു, അതുണ്ടായിരുന്നു. ആൻഡ് ദെൻ ലാസ്റ്റ് വന്നിട്ട് നമുക്ക് ഡെലിവറി ടൈപ്സ് ഓഫ് ലൈക്ക് നമുക്ക് സിസേറിയൻ ഉണ്ട്. ചില ആൾക്കാർ എലക്റ്റീവ് സിസേറിയൻ ചെയ്യും, വേണം വെച്ചിട്ട് എനിക്ക് സിസേറിയൻ മതി പറഞ്ഞിട്ട് പോണ ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഡ്യൂ ടു ലാസ്റ്റ് മിനിറ്റ് സം കോംപ്ലിക്കേഷൻസിൽ പോണ ആൾക്കാരുണ്ടാവും. പിന്നെ എനിക്ക് വന്നിട്ട് ലൈക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു, ബട്ട് ഇറ്റ് വാസ് വിത്ത് ഫോർസെപ്സ്. സോ അതിൻ്റേതായ ചില എപ്പിസോട്ടമി ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റിച്ചസ് ഉണ്ട്, ബട്ട് ഐ എം റിക്കവറിങ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ഓക്കെ, സോ നമുക്ക് ആ ടൈമിൽ ഇപ്പോൾ ഇവരെന്തെങ്കിലും ഒരു ഓപ്ഷൻ പറയണം, ഇങ്ങനെയാണ് കണ്ടീഷൻ, വി നീഡ് ടു ടേക്ക് ദിസ് ഓപ്ഷൻ എന്നുണ്ടെങ്കിൽ ആ ടൈമിൽ നമുക്ക് ആ ഓപ്ഷൻ എന്താണ് എന്ന് അറിയാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരില്ല ഇവിടുത്തെ ഒരു ഇതിൽ. സോ അങ്ങനെ. ആൻഡ് പോസ്റ്റ്പാർട്ടം വന്നിട്ട് ഒരു ഡെലിവറി കഴിഞ്ഞ ഒരു ഫസ്റ്റ് 10 days നമ്മൾ സ്റ്റിൽ മെറ്റേണിറ്റി മിഡ് വൈഫിൻ്റെ അണ്ടറിൽ ആയിരിക്കും. അത് കഴിഞ്ഞ ശേഷമാണ് നമ്മളിവർ ജനറൽ പ്രാക്ടീസിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുക. അപ്പോൾ ആ ഒരു 10 daysൻ്റെ ഉള്ളിലും നമ്മൾ വൺസ് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ മിഡ് വൈഫ് വീട്ടിൽ വന്ന് നമ്മളെ ചെക്ക് ചെയ്യും. ഓക്കെ, എന്നെയും കുട്ടീനെയും നോക്കും. കുട്ടിയുടെ മെയിനായിട്ട് ലൈക്ക് ജനറൽ ഹെൽത്ത്, അവളുടെ വെയ്റ്റ്, പിന്നെ ചില ആൾക്കാർക്ക് ജനിച്ച ഉടനെ ജോണ്ടീസ് ഉണ്ടാവും. സോ ഇവളുടെ കളറ്, സ്കിൻ ടോണ്, എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, അങ്ങനെയുള്ള ജനറൽ കാര്യങ്ങൾ. പിന്നെ അവൾ എങ്ങനെയാണ് ഫീഡ് ചെയ്യണതെല്ലാം ഓക്കെയാണോ, ബ്രസ്റ്റ് ഫീഡിങ് ആണോ, ചിലവർ ഫോർമുല കൊടുക്കും, ചിലവർ ഹൈബ്രിഡ് കൊടുക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ നോക്കും മെയിനായിട്ട്. പിന്നെ 10 days കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ മാതിരി ഹെൽത്ത് വിസിറ്റർ ആയിരിക്കും വരിക. ഞങ്ങളെ ജനറൽ പ്രാക്ടീസിലേക്ക് ലൈക്ക് നോർമൽ ഡോക്ടേഴ്സ് ഇവിടെ അവരുടെ അടുത്തായിരിക്കും ഞങ്ങളെ പിന്നെ ഹാൻഡ് ഓവർ ചെയ്യാം. പിന്നെ നമുക്കൊരു 6 weeks കഴിഞ്ഞ ശേഷം ലൈക്ക് ഇവരുടെ ഒരു പ്രോപ്പർ ടേം ഓഫ് പോസ്റ്റ്പാർട്ടം എന്ന് പറയുന്നത് 6 weeks ആണ്. 6 weeks കഴിഞ്ഞ ശേഷം നമ്മളെ ഡോക്ടറിൻ്റെ അടുത്ത് നമ്മളൊരു അപ്പോയിൻമെൻറ്റ് ഇവർ തന്നെ എടുത്തു തരും. ഞാനും കുട്ടിക്കും പോയി ലൈക്ക് ടോട്ടലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റിക്കവർ ആയോ ഇല്ലയോ. അപ്പോൾ എനിക്കാണെങ്കിൽ സ്റ്റിച്ചസൊക്കെ ഡിസോൾവ് ആയോ, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഇസ് എവറിത്തിങ് ഫൈൻ എന്നെല്ലാം അവർ നോക്കും. സോ ഇപ്പോൾ കുട്ടിക്കാണെങ്കിൽ ഒരു 10 years വരെ ഒരു ബുക്ക് തന്നിട്ടുണ്ട്, ഇറ്റ്സ് നോൺ ആസ് റെഡ് ബുക്ക്. സോ ആ ബുക്കിൽ വന്നിട്ട് ഇവളുടെ ഗ്രോത്ത് കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ടാവും. വാക്സിനേഷൻ, എന്തൊക്കെ ലിസ്റ്റ് ഓഫ് വാക്സിനേഷൻസ് അതിൽ തന്നിട്ടുണ്ടാവും. ഇവളുടെ ഹൈറ്റ്, വെയ്റ്റ്, ആ പ്രായത്തിനനുസരിച്ചിട്ട് 10 വയസ്സ് വരെ ഉള്ളതാണത്. സോ 10 വയസ്സ് വരെയുള്ള ഗ്രോത്ത് എല്ലാം കറക്റ്റാണോ അല്ലയോ എന്നുള്ളത് ചാർട്ടും അത് നോക്കാനുള്ള കാര്യങ്ങളെല്ലാം ആ ബുക്കിലുണ്ട്. സോ ഇവിടുത്തെ ഒരു സിസ്റ്റം ഇസ് ലൈക്ക് ദിസ്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ മെയിനായിട്ട്. ഇപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാനൊരു പക്ഷേ വെളിച്ചം കാണുന്നത് മേ ബി ഒരു 40 ദിവസം കഴിഞ്ഞിട്ടോ മറ്റോ ആയിരിക്കും. പക്ഷേ ഇവിടെ ആയതുകൊണ്ട് ഐ തിങ്ക് കുറച്ചുകൂടി നമുക്ക് മെൻ്റലി നമ്മൾ പ്രസവിച്ചിട്ട് അത്രയും വീട്ടിൻ്റെ ഉള്ളിൽ 4 ചുമരിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു സോഷ്യൽ ലൈഫ് നമ്മുടെ പോവുകയാണ്. ആൻഡ് ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവരും നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നു. എനിക്ക് മാത്രം പറ്റുന്നില്ല. ഞാൻ ഡേ ആൻഡ് നൈറ്റ് കുട്ടിയുടെ ഒപ്പം തന്നെ ഇരിക്കുകയാണ്. പെട്ടെന്ന് നമ്മളത് മിസ് ചെയ്യും. സോ ആ ഒരു ട്രാൻസിഷൻ ലൈക്ക് ഹോർമോണൽ വൈസ് നമ്മുടെ ബോഡി ഇത്ര ഗോ ത്രൂ ചെയ്തിട്ട് ഒരു പോയിന്റിൽ നിൽക്കുകയാണ്. ആൻഡ് ഓൾസോ മെൻ്റലി ഇതെല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് കൂടുതൽ ഡിപ്രഷനിലേക്ക് നമ്മൾ പോകും. പക്ഷേ ഇവിടെ ഭയങ്കര പീസ്ഫുൾ, കാംഫുള്ളായിട്ട് ലൈക്ക് അവർ തന്നെ പറയണ്ടേ, ഇഫ് യു ഫീൽ ലൈക്ക് ഗോയിങ് ഫോർ എ വാക്ക്, യു ഗോ ഫോർ എ വാക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ താല്പര്യം, ഒരു സ്വിമ്മ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്വിമ്മിങ്ങിന് പോകൂ. ലൈക്ക് നിങ്ങളുടെ ബോഡി എന്താണോ പറയുന്നത് അത് ചെയ്യൂ നിങ്ങൾ. ആൻഡ് യു ഹാവ് ടു ടേക്ക് ലോട്ട് ഓഫ് ലിക്വിഡ്.
ഫ്ലൂയിഡ് നല്ലോണം ഇൻടേക്ക് വേണം, ഫുഡ് നല്ലോണം പ്രോപ്പറായി എടുക്കണം. സോ ഇതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് അവർ പറയണത്. ഓക്കെ, ഐ മീൻ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അവിടെ ഒരു മെൻറ്റൽ ഹെൽത്തിന്. നമ്മുടെ തന്നെ ഒരു മെൻറ്റൽ വെൽബീയിങ് നല്ലതാണെന്നുണ്ടെങ്കിൽ ഫിസിക്കലി ഓൾസോ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇവിടുത്തെ ഒരു സിസ്റ്റം എന്നുള്ളത്. പിന്നെ കാര്യമായിട്ടൊന്നും ഇല്ല. സോ അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കുട്ടിയും ഒന്ന് ഒരു ചെറിയ ഒരു ലൈക്ക് പാർക്ക്, അടുത്തുള്ളൊരു പാർക്ക് വരെ വന്നിരിക്കുകയാണ്. സോ ഇതാണ് ആ പാർക്ക്. ഐ വിൽ ജസ്റ്റ് ഷോ യു. ഇവിടെ ഇപ്പോൾ സമ്മർ സീസണാണ്. സോ സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരു 18 ഡിഗ്രി ചൂടുണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ അതൊരു വലിയ ചൂടല്ല. പക്ഷേ എന്താ പറയുക, ഒരു ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ അതൊരു വലിയ ചൂട് തന്നെയാണ്. സോ അങ്ങനെ വന്നിരിക്കുകയാണ്. ഇറ്റ്സ് എ വെരി ഗുഡ് പാർക്ക്. ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ട് വെയിൽ കൊള്ളാനായിട്ടൊക്കെ വന്നിരിക്കും. ഈവനിങ് ആൾക്കാരെല്ലാം കുറേ എല്ലാവർക്കും പെറ്റ് ഉണ്ടാവും. മിക്ക വീടുകളിലും പെറ്റ് ഉണ്ടാവും. സോ ഡോഗിനൊരു വാക്കും അങ്ങനെയൊക്കെ മിക്കവരും വന്ന് ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. ആൻഡ് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. ആൻഡ് ഈ ഒരു സ്ഥലം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കാണുന്ന മരങ്ങളെല്ലാം ഓരോ സീസണിലും ഓരോ കളറാണ്. ഓക്കെ, ഇപ്പോൾ ഇത് ഭയങ്കര പച്ചയായിട്ടാണ് കാണുന്നത്. ഒരു 2 months ബാക്കായിരുന്നു ഞാനിവിടെ ലാസ്റ്റായിട്ട് വന്നത്. സോ അന്ന് ഇത് മൊത്തം പിങ്ക് ആയിട്ടാണ് കണ്ടത്. ബിക്കോസ് ചെറി ബ്ലോസം പൂക്കളെല്ലാം പൂത്ത് ഒരുമാതിരി പിങ്കിഷ് മാതിരി പൂക്കൾ ഫുൾ ഉണ്ടായിരുന്നു. കാണാൻ നല്ല രസമായിരുന്നു അങ്ങനെ. സോ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഉള്ള വിശേഷം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് എപ്പോൾ വരും എന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഞാനും എൻ്റെ പേഴ്സണൽ ലൈഫിൽ കുറച്ച് ബിസി ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസാണ് എൻ്റെ. ബട്ട് സ്റ്റിൽ ഇങ്ങനെ സമയം ചെറുതായിട്ട് കിട്ടുമ്പോൾ ഐ വിൽ അപ്ഡേറ്റ് യു. ആൻഡ് എന്തെങ്കിലും ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു കണ്ടൻ്റ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. സോ അതുവരെ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ്. സോ ടേക്ക് കെയർ. ഇനി നെക്സ്റ്റ് ടൈം ഞാനൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ നമുക്ക് കാണാം. ആൻഡ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ആൻഡ് ഷെയർ കൊടുക്കുക. താങ്ക് യു സോ മച്ച്.